ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വര എന്നുള്ള വാക്കില് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിലെ വിശ്വാസം ആവശ്യമുള്ളൂ. ഈ അഹം, സെൻസ് ഓഫ് സെൽഫ്, ഒരു മിറർ പോലെയാണ്. ഈ അഹംനെ നമ്മൾ ഇങ്ങോട്ട് വേൾഡ്ലി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് അഹങ്കാരമായി മാറും. അഹങ്കാരത്തിൽ നിന്നേ നമുക്ക് ജീവിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ഈഗോ എന്നത് അറിവില്ല. എത്രത്തോളം അറിവ് കൂടുന്നു ഈഗോ കുറയുന്നു. സ്ട്രെസ് ഹോർമോൺ നിറഞ്ഞിരിക്കുന്ന ഒരു ബോഡിയാണെങ്കിൽ സുഖമുള്ള എക്സ്പീരിയൻസസ് തേടി പോകുന്നൊരു അവസ്ഥയിലല്ല ആ ബോഡി. ആ ബോഡിയുടെ ഇമ്മീഡിയറ്റ് ആവശ്യം എനിക്ക് കുറച്ച് അയൺ തരൂ. വിശപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ശൃംഗാരത്തിലോട്ടും അതിൻ്റെ ഒരു ഭംഗിയിലോട്ടും പോവാം എന്നാണ് എല്ലാ സ്ത്രീകളും മിഡ് ലൈഫിൽ പറയുന്നത്. എല്ലാ സ്ത്രീകളും എന്നെ പോലെ അല്ല, ഞാൻ കുറച്ച് ഓവർ. നമ്മുടെ എനർജി ബാലൻസ് ആയി വളരെ പീസ്ഫുൾ ആവുമ്പോൾ നമുക്ക് ലൈഫിന്റെ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള വൈബ്രേഷൻസിൽ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. വാസ്തു ഐഡിയ ഇസ് ദാറ്റ് യുവർ ഹൗസ് ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യു. നിങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങളുടെ ഗ്രഹം. നിങ്ങൾ ഈ വീട്ടിലേക്ക് താമസമായാൽ ഇപ്പോൾ ഉള്ള നിങ്ങളെക്കാളും നിങ്ങളുടെ ഹയർ സെൽഫിലായിരിക്കണം നിങ്ങൾ. എന്തായാലും ഞങ്ങളുടെ മലയാള സിനിമയിലെ ഒരു ആക്ട്രസ് വല്ലാതെ കൈവിട്ടു പോയി. എങ്ങനെയോ എങ്ങോട്ടും പോയിട്ടില്ല, മലയാള സിനിമയിൽ പഞ്ചപ്രാണനുണ്ട്. പ്രാണൻ, അധാനൻ എന്ന് പറഞ്ഞ 5 പ്രാണനുകളുണ്ട്. സമാനൻ, ഉദ്ധാനൻ എന്ന് പറഞ്ഞ ഒരെണ്ണോടുണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ ഈ 5 പ്രാണനുകളും അപാനൻ, കറക്റ്റ്. അതായത് നമ്മളിപ്പം നമ്മുടെ ഒരു ഹിന്ദു ആചാരപ്രകാരം ഒരാൾ മരിക്കുമ്പോൾ ആദ്യം പോകുന്നത് പ്രാണനായിരിക്കാം. ഇത്ര മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോകുന്നത് മറ്റൊന്നാണ്. തലയോട്ടി പൊട്ടുമ്പം വേറൊന്നാണ്. നട്ടെല്ല് പൊട്ടുമ്പം മറ്റൊന്ന് പോകും. ഇതെല്ലാം കൂടാതെ 7 ദിവസം ഈ ഏതെങ്കിലും ഒരു പ്രാണൻ നമ്മുടെ മരിച്ച ചുറ്റുപാടിൽ നിന്നിട്ട് അവിടെ നിന്ന് വിട്ടുപോകുന്നത്. ഇത് 5 വഴിക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. 5 വഴിക്ക് പോയി പല സ്ഥലത്തിരുന്ന്, പല പഴങ്ങളിലിരുന്ന്, പല സ്ഥലത്തിരുന്ന് ഇതേപോലെ വേർപെട്ട് വരുന്ന പ്രാണനുകളുമായി യോജിച്ച് ഏതെങ്കിലും ഒരു യോനിയിൽ പോയി അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞായി, ചിലപ്പോൾ അത് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു മൃഗവിഭാഗത്തിൽപ്പെടുന്ന, അല്ലെങ്കിൽ ഉറുമ്പായോ പുഴുവായോ ആനയായോ ഒക്കെ ആയി തിരിച്ചു വരുന്നതിനെ പറ്റിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ നമ്മുടെ ഉള്ളിലുള്ള പഞ്ചപ്രാണൻ 5ആയി തിരിഞ്ഞ് 125ആയി മാറിയൊക്കെ ആയിരിക്കും വീണ്ടും ഇത് ജീവനെടുക്കുക. അപ്പം ഈ മെമ്മറി നമുക്ക് എങ്ങനെ ക്യാരി ഓവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രാണൻ എന്ന് നമ്മൾ പറയുന്ന ഈ പ്രാണാസ് എന്ന വാക്ക് പറയുമ്പോൾ അത് നമ്മൾ പറയുന്ന ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നെസ്സിൽ ഏതിലാണ് പെടുന്നത്? എനർജിയിൽ. അപ്പോൾ ഈ പ്രാണാസ് എന്ന ബോഡിയിലാണ് അതിനെ പറയുന്നത്. ആക്ച്വലി ഇത് ഒറ്റ പ്രാണനാ. വരുന്നത് എവിടെന്ന്? നമ്മുടെ ശ്വാസം വലിക്കുന്നതെന്ന്. ശ്വാസം വലിക്കുന്നത് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 5 പ്രാണനായി മാറും എന്നാണ്. അത് ബിക്കോസ് ഇറ്റ് ഇസ് ഡിഫറെന്റ്. അവർ പ്രാണാസ് എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് ഇസ് ആ പ്രാണവായു അകത്തേക്ക് പോയിട്ട് പ്രാണവായു, അപാനവായു, ഉദ്ദാനവായു. ഉദ്ദാനം ഇസ് ഗോയിങ് അപ്വേർഡ്സ്. മനസ്സിലായോ? ആ സെയിം പ്രാണവായു ആണ്. ബിക്കോസ് നമുക്ക് പ്രാണവായു എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈഫ് ഇപ്പോൾ ഉള്ളത്, നമ്മുടെ ഉള്ളിലുള്ളതിനേക്കാളും. അല്ലേ? നമ്മൾ ഇത് ശ്വസിച്ചോണ്ടല്ലേ ഇവിടെ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഈ മൂക്കും വായം പൊത്തിക്കഴിഞ്ഞാൽ തീർന്നു. 10 സെക്കൻഡ് അല്ലെ 30 സെക്കൻഡ് അല്ലെ 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ് വരെയൊക്കെ ചിലപ്പോൾ പിടിക്കാൻ പറ്റുമായിരിക്കും. എങ്ങനെയെങ്കിലും പ്രാണനെ പിടിച്ച് വെച്ചിട്ട് അതേ പോവും. അല്ലേ? എന്ത് പോയി? പ്രാണൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ പോയത് എന്താണ്? ശരീരത്തിൽ നിന്ന് പോയി. ശരീരത്തിലേക്ക് പ്രാണൻ പോയില്ല. ദ ബേസിക് പ്രാണവായു. അപാനവായു ഇസ് ദ എക്സ്ക്രീറ്ററി എയർ. പുറത്തേക്ക് പോകേണ്ട വായുകൾ, നമ്മൾ ഏമ്പക്കം വിടുമ്പോഴും ഒക്കെ പോകുന്ന വായുവാണ് അപാനവായു. ആൻഡ് അപാന ഇസ് ദ എനർജി ഓഫ് പുഷിങ് ഇറ്റ് ഔട്ട്. അപ്പൊ നമ്മൾ വളരെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സംസ്കൃതത്തിലെ ഈ അണ്ടർസ്റ്റാൻഡിങ്സ്. പക്ഷെ ഇതും മെമ്മറിയും തമ്മിലുള്ള ബന്ധം വളരെ കുറവാണ്. ഉണ്ട്, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ ഈ പറഞ്ഞ മെമ്മറീസ് ആർ ഇൻ ബുദ്ധി, ബോധ, അഹം, ചിത്തം. നമ്മൾ മൈൻഡ് എന്ന് ഒറ്റ വാക്ക് പറയുന്നു ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയണം മൈൻഡ്. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? പിന്നെ അതിന് നമ്മൾ കുറച്ച് വെസ്റ്റേൺ ഫിലോസഫി വെച്ച് നമ്മൾ പറഞ്ഞു ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, നമ്മൾ പറയുന്നു അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്, ഓൾട്ടർ ഈഗോ എന്നൊക്കെ പറഞ്ഞാലും അതും ഇതും തമ്മിൽ നമുക്ക് എടുത്തിട്ട് ഇതാണ് ഇവിടുത്തെ ഈ ബുദ്ധിയാണ്, അവിടുത്തെ കോൺഷ്യസ് മൈൻഡ് ഇതാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെയാണ് ഈ മെമ്മറി ഒക്കെ എവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ചിത്ത എന്ന് പറഞ്ഞ ഇതില് ദർ ഇസ് ഈവൻ നമ്മുടെ കർമാസ് പറയുമ്പോൾ ദർ ഇസ് സഞ്ചിത് കർമ്മ.
Sanjit karma is like a cloud system. That is what we say when we say mind. നമുക്ക് iCloud ഉള്ളതുപോലെ ഏത് ഐഫോൺ വാങ്ങിച്ചാലും iCloudലേക്ക് കണക്ട് ചെയ്താൽ അതിൽ എല്ലാ ഡാറ്റയും തിരിച്ചെടുക്കുക. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഇതിനൊന്ന് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമ്മൾ വെറുതെ നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണം. സ്പിരിച്വാലിറ്റിയുടെ ടെക്നിക്ക് അതാണ്. അതായത് ഇതപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ചോദിച്ച ചോദ്യം വളരെ ഒത്തന്റിക് ആയിട്ടുള്ളൊരു ചോദ്യമല്ലേ. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെവിടെ മെമ്മറി? അപ്പൊ എങ്ങനെ മെമ്മറി ക്യാരി ഓവർ ആയി? അതും ഇതും ടോട്ടലി ഡിഫറെന്റ്. അതിനാണ് ഞാൻ ആ ബുക്കിൽ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ദർ ഇസ് ബോഡി കോംപ്ലക്സ്. ഇപ്പൊ ബോഡിയിൽ തന്നെ കുറെ കാര്യങ്ങളില്ലേ. നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, പൾമിനറി സിസ്റ്റം. പക്ഷെ ഇതൊക്കെ കണക്റ്റഡ് അല്ലേ? നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ പ്രശ്നം വന്നാലും നെർവസ് സിസ്റ്റമിൽ തലവേദനയായി മാറും, കൺസ്ട്രക്ഷൻ ആവും. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം ഇൻവോൾവ് ആയി. അപ്പൊ ഇത് വേറെ വേറെ സിസ്റ്റംസ് ആണെങ്കിൽ അത് ബോഡിയിൽ തന്നെ എത്ര സിസ്റ്റംസ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. മൈൻഡില് ഈ പറഞ്ഞ പോലെ ഈ അഹം എന്ന് പറയുന്ന സെൻസ് ഓഫ് സെൽഫ് വരെ അതിൽ ഉൾപ്പെട്ടതാണ്. ഇറ്റ്സ് എ സെൻസ് ഓഫ് സെൽഫ്. ശരിക്കും സെൽഫ് ഇല്ല. ദർ ഇസ് നോ ദാറ്റ് സെൽഫ്. അതിനാണ് അത് മനസ്സിലാവുന്നതാണ് കോൺഷ്യസ്നെസ്. അഹം ബ്രഹ്മാസ്മി. ഈ അഹം സെൻസ് ഓഫ് സെൽഫ് ഒരു മിറർ പോലെയാണ്. ഈ അഹംനെ നമ്മൾ ഇങ്ങോട്ട് വേൾഡ്ലി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് അഹങ്കാരമായി മാറും. അഹങ്കാരം, ഞാൻ എന്ന ഭാവം, അത് ഞാനല്ല, ഒരു ഭാവമാണ്. എനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ബിഹേവ് ചെയ്യുന്നതാണ് ഒരു ഭാവത്തില്. അത് ഫേക്ക് ആണ്. പക്ഷെ നമുക്കോ വേറെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയാണ് ഞാൻ ലെനയാണ്. ലെന എന്ന് വെച്ചാൽ അത് ഞാനൊരു സിനിമാ നടിയാണ്. ഈ ഹൂ എം ഐനെ വെച്ചിട്ട് നമ്മൾ കളിക്കും. ഒരാളെ ജെനുവിൻലി അവരെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവരവരുടെ പേര് പറയും, അവരുടെ ജോലി പറയും, അവരുടെ കുടുംബം പറയും. പക്ഷെ അതൊക്കെയാണോ നിങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ അവർ പറയാം ഇനി അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ബിക്കോസ് അഹങ്കാരത്തിൽ നിന്നേ നമുക്ക് ജീവിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ ഇവിടെ. പക്ഷെ ഗ്രാജുവലി അതിന്റെ അറിവിലോട്ട് പോയത് ഈ മിററിനെ ടുവേർഡ്സ് റിയാലിറ്റി വിച്ച് ഇസ് കോൺഷ്യസ്നെസ് അതിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. വിച്ച് മീൻസ് ദ സെൽഫ് ഈസ് കോൺഷ്യസ്നെസ്. ദ സെൽഫ് ഈസ് നോട്ട് ദ ഈഗോ. ഈഗോനെ വളരെ സിമ്പിളായിട്ട് സംസ്കൃതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ബുക്കിലും ഞാൻ ആ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഈഗോ? ഈഗോ ഈക്വൽസ് ഇഗ്നറൻസ്. ഈഗോ എന്നത് അറിവില്ലായ്മ. എത്രത്തോളം അറിവ് കൂടുന്നോ ഈഗോ കുറയുന്നു, അഹം ബ്രഹ്മാസ്മിയിലോട്ട് പോകുന്നു. ഈഗോയിൽ സെൽഫ് റെസ്പെക്റ്റിലേക്കുള്ള നേർത്തൊരു മെമ്മറിയും ചാടി ഇപ്പുറത്ത് കളഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ആയിട്ട് മാറുകയും. അതെ, ഈ സെൽഫ് റിയലൈസേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് ശരിക്കുള്ള സെൽഫ് റെസ്പെക്റ്റ് വരുള്ളൂ. ബിക്കോസ് ഇതാണോ സെൽഫ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്നും വരുന്ന റെസ്പെക്റ്റ് ആണ്. അതൊരിക്കലും നമുക്ക് നമ്മളോട് തോന്നുന്നതല്ല. ബിക്കോസ് ആ നമ്മളെന്ന് നമ്മുടെ ബോഡി മൈൻഡ് എനർജീനെ ആയിട്ടല്ല നമ്മൾ നമ്മളെ കാണുന്നത്, കോൺഷ്യസ്നെസ് ആയിട്ടാണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ ആ സെന്റൻസില്ലേ, അത് 1% ആൾക്കാർക്കൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞ അതേ എക്സ്പീരിയൻസിൽ മനസ്സിലാവുള്ളൂ. അതെ, അത് ആ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് നമ്മളിവിടെ വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതൊരു കുറവൊന്നുമല്ല. അതൊരാളുടെ ഓറിയന്റേഷൻ ആണ്. എല്ലാവർക്കും ഫിസിക്സ് പഠിക്കണമെന്നില്ലല്ലോ. എന്നാൽ ഫിസിക്സിൽ ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഉള്ളിലേക്ക് പോയി ചിക്കിച്ചകയാൻ. അതേപോലെയാണ് സ്പിരിച്വാലിറ്റി. അപ്പൊ അതിനൊരു കുറവായിട്ട് കണ്ട് മനസ്സിലായില്ലെങ്കിൽ ആ പറഞ്ഞ ആളെ ഇവർക്ക് വട്ടാണ്, ഇവര് പറയുന്ന മണ്ടത്തരമാണ് എന്നൊക്കെ പറയേണ്ട കാര്യമില്ല കമന്റ്സിൽ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല, അത്രേ ഉള്ളൂ, വിട്ടിട്ട് പോവുക. പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യം മാത്രമല്ലേ ഇത്. അപ്പൊ ദാറ്റ്സ് ഓൺലി ഫോർ 1% ഓഫ് പീപ്പിൾ. എല്ലാവരും സെൽഫ് റിയലൈസേഷൻ തേടി പോകുന്നവരല്ല. അല്ല. അപ്പൊ ബാക്കിയുള്ളവർ അതില് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, എല്ലാം സെയിം ആണ്. എന്താണ് വീണ ഇനി പുസ്തകത്തെ പറ്റി ചോദിക്കുന്നത്? ഓക്കെ, അത് ഞാൻ വീണ്ടും ഒന്ന് ഊന്നി ചോദിക്കുകയാണ്. നമ്മുടെ ഈ ഹൈജാക്ഡ് ബോഡി എന്ന കൺസെപ്റ്റ് വളരെ നോർമലൈസ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ് കൂടുതലുള്ളത്. അത് ഇറ്റ്സ് നോർമൽ, പാർട്ട് ഓഫ് ദ ഗെയിം, സഹിച്ചേ പറ്റൂ എന്ന് പറയും. അത് അടുത്ത ജനറേഷനിലും കൂടി പകർന്നു കൊടുക്കുന്നു. ഈ ഹൈജാക്ഡ് ബോഡിയിൽ നിന്ന് വീണ്ടും ഒരു സെൻഷ്വൽ അല്ലെങ്കിൽ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ബോഡിയിലേക്ക് നമുക്ക് പോകാൻ നമ്മുടെ ഗ്രേസ്ഫുൾനെസ് കാണിക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്നേ ഇല്ല. അപ്പോൾ ആ 2 ടേം കൃത്യമായിട്ട് ഈ ബുക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഹൈജാക്ഡ് ബോഡി ആൻഡ് സെൻഷ്വൽ ബോഡി എന്നുള്ള കാര്യം. അതും കൂടി ഒന്ന് ബുക്കിലുണ്ട്,
പ്രേക്ഷകർക്ക് അതെ, അതായത് ഒരു പുരുഷന് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ. അതെ, ഇപ്പൊ ഒരു ഹൈജാക്ട് ബോഡി എന്ന് പറഞ്ഞാൽ അത് കെയോസിലാണ്. അതിൻ്റെ ഉള്ളിലെ ബയോകെമിസ്ട്രി, അതിൻ്റെ വിറ്റമിൻസും മിനറൽസും എല്ലാം തെറ്റിക്കിടക്കുകയാണ്, ബാലൻസ്. അപ്പോൾ അതോടൊപ്പം തന്നെ ബ്രെയിനിൽ ആ ന്യൂറോ കെമിസ്ട്രി കറക്റ്റ് ആയില്ലെങ്കിൽ, ഈ പറഞ്ഞ ഓക്സിറ്റോസിനും സെറോട്ടോണിനും ഡോപ്പമിനും ഒക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ, കുറേ കോർട്ടിസോൾ അതായത് സ്ട്രെസ് ഹോർമോൺ നിറഞ്ഞിരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ അതൊരിക്കലും സെൻഷ്വാലിറ്റി അല്ലെങ്കിൽ നല്ല സുഖമുള്ള എക്സ്പീരിയൻസസ് തേടി പോകുന്നൊരു അവസ്ഥയിലല്ല ആ ബോഡി. ആ ബോഡിയുടെ ഇമ്മീഡിയറ്റ് ആവശ്യം എനിക്ക് കുറച്ച് അയൺ തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട്, വിശന്നിരിക്കുന്ന ഒരാളോട്, പുരുഷന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം, വിശന്നിരിക്കുന്ന ഒരു മനുഷ്യനോട് കുറച്ച് നന്നായിട്ട് നമുക്ക് പോയി ബ്യൂട്ടി പാർലറിലൊന്ന് ഭംഗിയായിട്ടൊക്കെ വന്നാലോ, നമുക്ക് പോയി ഒന്ന് കളറൊക്കെ അടിച്ച് ഒന്ന് ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഇയാളിവിടെ വിശന്ന് പൊളഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് അപ്പോഴാണോ ഈ ബ്യൂട്ടിയും സെൻഷ്വാലിറ്റിയുടെ കാര്യം തലേ കയറാൻ പോകുന്നത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ ആദ്യം ആ ഹൈജാക്ക് ബോഡീനെ ആ ഹൈജാക്കിംഗ് ഓഫ് ദ ഹോർമോൺസ് നിന്ന് തിരിച്ച് ഹെൽത്തിലോട്ട് എത്തിക്കുക. അയൺ കൊടുത്ത് എന്താന്ന് വെച്ചാൽ അയൺ ആണോ വേണ്ടെങ്കിൽ അയൺ, omega-3 ആണ് വേണ്ടെങ്കിൽ omega-3, സിങ്ക് ആണ് വേണ്ടെങ്കിൽ സിങ്ക്, എന്താണോ അയാളുടെ ഡെഫിഷ്യൻസി അത് ആദ്യം കൊടുക്കൂ. വിശന്നിരിക്കുകയാണ്, വിശപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ശൃംഗാരത്തിലോട്ടും അതിൻ്റെ ഒരു ഭംഗിയിലോട്ടും പോവാം എന്നാണ് എല്ലാ സ്ത്രീകളും മിഡ് ലൈഫിൽ പറയുന്നത്. ഹെൽത്ത് കറക്റ്റ് ആയാലേ ബ്യൂട്ടി ഉള്ളൂ. വിതൗട്ട് ഹെൽത്ത് ദർ ഇസ് നോ ബ്യൂട്ടി. അതുപോലെ നമ്മൾ 7 gates of വുമനസെൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ സ്റ്റെപ്പ് എഴുതിയേക്കുന്നത്. അത് വെറും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അതായത് അത് ഫിക്ഷൻ പോലെയാണ് അതാ പോർഷൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ ഇവിടം വരെ ഭയങ്കര ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. ആദ്യം ഈ ടോപ്പിക്കിനെ കുറിച്ച് ബോധം ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ എങ്ങനെ നമുക്ക് ആവാഹിക്കാം നമ്മുടെ ലൈഫിലേക്ക്, ഈ ബോധത്തിനെ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം. അല്ല, നിങ്ങൾ രണ്ടുപേരും പുസ്തകം വായിച്ച ആൾക്കാർ, ഞാനും പ്രേക്ഷകർ ഒരു പക്ഷേ അതാ പറഞ്ഞേ, ഈ 7 സ്റ്റേജസ് ഇതുവരെ നമ്മൾ ആ പുസ്തകം തുടക്കം മുതൽ വളരെ നോൺ ഫിക്ഷൻ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നോൺ ഫിക്ഷൻ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്താണ് കോൺഷ്യസ്നെസ്സിന് വേണ്ടത്, നമ്മൾ എങ്ങനെ അവെയർ ആവണം പെരിമെനോപോസിനെ പറ്റി. രണ്ടാമത്തെ ടോപ്പിക്ക്, നമുക്ക് എങ്ങനെ ഇത് എനർജറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നമ്മുടെ ലൈഫിൽ പ്രായോഗികമാക്കാം, ഇൻക്ലൂഡിങ് ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കാണൂ എന്ന് പറയുന്നത് മുതലുള്ള സ്റ്റെപ്സ്. എങ്ങനെ നമുക്ക് ഡയറ്റ് ശരിയാക്കാം, എങ്ങനെ എക്സസൈസ് ബെറ്റർ ആക്കാം, എങ്ങനെ സ്ലീപ്പ് ബെറ്റർ ആക്കാം, ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് അവിടെ പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മൈൻഡിന്റെ സെക്ഷനിൽ പോകുമ്പോൾ റിലേഷൻഷിപ്സ്, അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ എങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാം, എങ്ങനെ നമുക്കിതിനെ മനസ്സിലാക്കാം, എങ്ങനെ നമ്മുടെ ലൈഫിലുള്ള പുരുഷന്മാർക്കും അതായത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനും, ഇപ്പൊ നമ്മുടെ 2 ആൺമക്കളും ഒരു ഹസ്ബൻഡും ഉള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരുടെ അടുത്ത്, അതിനുള്ള കുറച്ച് ടൂൾ കിറ്റാണ് ആ ഏരിയ. അതൊരു വലിയ ചലഞ്ചല്ലേ, 2 ആൺമക്കളും ഒരു ഭർത്താവേ ഉള്ളൂ എങ്കിൽ ആർക്കും ഇവരുടെ അവസ്ഥ മനസ്സിലാവില്ല. അപ്പൊ എങ്ങനെ ഇവരിത് മനസ്സിലാക്കി കൊടുക്കും, അതിനുള്ളൊരു ടൂൾ കിറ്റ്. ബേസിക്കലി ഇങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം. പിന്നെ ബോഡിയിലേക്ക് വരുമ്പോൾ എക്സാക്ട്ലി ഡയറ്റ് എല്ലാം കറക്റ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്സ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ഹെവി അല്ലേ, ഒരു കോഴ്സ് പഠിക്കുന്ന പോലെയാണ്. പിന്നെ ഇതിനൊക്കെ ഒന്ന് നല്ല രസമായിട്ടൊരു കഥാരൂപത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ ആ ഫുൾ ജേർണി, അങ്ങനെ ഒരു ഫിക്ഷൻ ഏരിയ ആണ് ആ 7 gates or spirals. അതൊരു കഥ പറച്ചിലാണ്. അപ്പൊ അത് ഞാൻ ഇവിടെ ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല, ബിക്കോസ് നമ്മൾ സിനിമ കഥ പുറത്ത് പറയാത്ത പോലെ അത് കണ്ടറിയേണ്ടതാണെന്ന് പറഞ്ഞ പോലെ ഇത് വായിച്ചറിയേണ്ട ഒരു നല്ല സ്റ്റോറി വേയില് ഹൗ ദാറ്റ് ലേഡി ഈസ് ഫസ്റ്റ് എക്സ്പീരിയൻസിങ്, ഹൗ ഷീ ഈസ് ഗോയിങ് ത്രൂ ഇറ്റ്, ഹൗ ഡിഡ് അത് കഴിഞ്ഞു വന്നപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ബുക്കിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നാൽ ലൈഫ് എങ്ങോട്ടാണ് മാറുന്നത്. ഈ പുസ്തകം എഴുതിയപ്പം ഈ വിഷയത്തിനുള്ള ഒരു സോൾവെന്റ് തന്നെയായി പുസ്തകം മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എനിക്ക്? ഡെഫിനറ്റ്ലി, ഇത് വളരെ സ്പെസിഫിക് ആണ്, വളരെ സ്പെസിഫിക് ടോപ്പിക് ആണ്. അതിൽ അത് പുസ്തകമായി വന്നപ്പം അത് ഹാപ്പിയാണല്ലേ? അതിപ്പോൾ ഹാപ്പിയാണ്, ബിക്കോസ് വീണയെ പോലത്തെ ഇത് വായിച്ച ആൾക്കാർ എനിക്ക് ഫീഡ്ബാക്ക് തന്നു. ഇപ്പൊ വീണ പറഞ്ഞ പോലെ എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുക, അപ്പോഴാണ് എനിക്ക് ആശ്വാസം. ഓ, സിമ്പിൾ ആണല്ലേ, ബിക്കോസ് നമുക്കറിയില്ല നമ്മുടെ ഒരു അറിവ് വേറൊരാളോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവണ്ടോ എന്നുള്ളതാണ്. ബിക്കോസ് ആദ്യം ഞാൻ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ, എൻ്റെ ഫസ്റ്റ് ബുക്കിനെ കുറിച്ച് കൊടുത്തപ്പോൾ, എന്തുകൊണ്ട് ഇത്ര ട്രോള് വന്നു, എന്തുകൊണ്ട് ഇത്ര ആൾക്കാരിൽ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതില് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എനിക്കറിയില്ല, എൻ്റെ അറിവ് എൻ്റെ അറിവിന്റെ ലെവലിൽ ഞാൻ പറഞ്ഞു പോവാണ്.
ഈ ഫീഡ്ബാക്കിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് എനിക്ക് അതിലൊരു വിഷമോ ദേഷ്യമില്ലാത്തത്. അതെനിക്ക് വേണ്ടതാ. അവർ തന്ന ഫീഡ്ബാക്ക് ആയിട്ടാണ് ഞാൻ ആ ട്രോളുകളെയും ആ നെഗറ്റീവ് കമന്റ്സിനെ കാണുന്നത്. ശരിയാണല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് തോന്നുക അല്ലേ, ശരി, അപ്പൊ കുറച്ചുകൂടെ നമുക്ക് സ്പീഡ് കുറയ്ക്കാം, കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാം, ഓരോ ടോപ്പിക്ക് വിശദീകരിച്ച് സ്ലോ ആയിട്ട് പറയാം. അന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടവരെല്ലാം ഇന്ന് ലെനയുടെ എല്ലാ ഇന്റർവ്യൂവും തേടി പിടിച്ച് കാരണം അതായിരിക്കും. ബിക്കോസ് അവരെ തെറ്റ് അവരെ കുറ്റക്കാരാക്കാൻ പറ്റില്ല. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ രീതി കറക്റ്റ് ആയിരുന്നില്ല. അല്ല, തന്നെയല്ല പറഞ്ഞ കാര്യങ്ങളും അതുപോലുള്ളതാണല്ലോ. പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ വ്യക്തമാക്കി പറയുമ്പോ കുഴപ്പമില്ല. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് അങ്ങ് ഇട്ടു. എന്റെ വിചാരം എനിക്കിത് മനസ്സിലായ പോലെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്നാണ്. എസ്പെഷ്യലി എന്റെ 20 വർഷത്തെ ജേർണിയാണ് ഞാൻ കണ്ടൻസ് ചെയ്ത ഒരു ഇന്റർവ്യൂല് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ചിലപ്പോ പറയുമ്പോ പറഞ്ഞു പോകും. കേൾക്കുന്ന ആള് ഒന്നുകൂടെ പതുക്കെ പറയാമോ, അയാൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. നമ്മുടെ ഫോൺ നമ്പർ എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഞാൻ ശ്രദ്ധിച്ച പണ്ട് പോലെ ശ്രദ്ധിക്കുന്ന കാര്യം എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ. എന്റെ അമ്മേ, അത് കറക്റ്റ് കുറിക്ക് കൊള്ളുന്ന എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ ഇതിനകത്ത് ഈ ബുക്കിനകത്ത് ഈ സിംപ്ലിഫിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ടൊരു സിനിമയെ പറഞ്ഞിട്ടില്ല, അവള് ദേവി അല്ലടാ ദേവി, മൂദേവിയാ എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറയുന്നത്. പക്ഷെ ഈ ബുക്കിനകത്ത് നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ വിചാരിക്കണ മൂദേവിയായി നാഗവല്ലി ടു ഗംഗ എക്സാമ്പിൾ ഞാൻ പറയുന്നത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞെന്നാണ്. എന്നോട് പറഞ്ഞു, ഈ മാസത്തിലെ ചില ദിവസങ്ങൾ ഇങ്ങനെ ആവുന്നില്ലേ, അതിനെ നമുക്കിനി നാഗവല്ലി ഡേയ്സ് എന്ന് കോഡിടാം. അപ്പൊ എനിക്കും മനസ്സിലാവും. നീ തന്നെ അതാ പറയുന്ന ആ മെച്യൂരിറ്റി ലെവൽ കാരണമാണ് ഞാൻ ഇങ്ങനെ ആ സപ്പോർട്ടോട് കൂടെയാണ് ഞാൻ ഈ ബുക്ക് വരെ എഴുതുന്നത്. ഞാൻ ഈ ബുക്ക് എഴുതുന്നത് പെരിമെനോപോസൽ സിംറ്റംസിന്റെ മൂർധന്യ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഈ ബുക്ക് എഴുതുന്നത്. ബിക്കോസ് ഞാൻ അതിനെ കടന്നു പോകാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ച് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് സക്സസ്. ഞാൻ തന്നെയാണ് എൻ്റെ ലാബ്. എൻ്റെ മേലത് വർക്കാവുമ്പോൾ 3 മാസം അത് വർക്കായി, ഓക്കെ നമുക്കിനി നോക്കാം, എന്നിട്ട് അതിനെ നോട്ട് ചെയ്യും നോട്ട്സിൽ. അങ്ങനെയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇങ്ങോട്ടുള്ള ഒബ്സർവേഷൻ ഭീകരമായിരുന്നു. എന്റെ എല്ലാം സെൽഫ് ഒബ്സർവേഷനും സെൽഫ് റിയലൈസേഷനും ആണ് എന്റെ രീതി എന്നുള്ളതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ പറയണം, എന്റെ കൂടെയുള്ള എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടും കംപ്ലീറ്റ് എന്നുവെച്ചാൽ സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യനെ നമിച്ചിരിക്കുന്നു ഇങ്ങനെ. അല്ല, ആ മനുഷ്യൻ സാധാരണ മനുഷ്യനായിരുന്നു എങ്കിൽ അദ്ദേഹത്തെ ഗഗനയാത്രി സ്പോട്ടിൽ ഇട്ടിട്ട് പോയി. അല്ല, അത് പോട്ടെ, അത് ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ സെലക്ട് ചെയ്ത ഒരു തലമുണ്ട്. അതെ, മനസ്സിലായില്ലേ? നമ്മൾ അദ്ദേഹത്തെ സെലക്ട് ചെയ്ത തലം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ലോകത്ത് തന്നെ 0.001% ആൾക്കാർക്ക് അതിന്റെ വിശേഷങ്ങളോട് അറിയണം. അതാണ് കാര്യം. എന്ന് വെച്ചാല് ഓൾറെഡി ഒരു ഫൈറ്റർ പൈലറ്റ്, ആ ഫൈറ്റർ പൈലറ്റ് ഒരു ടെസ്റ്റ് പൈലറ്റ് ആവണമെങ്കിൽ എന്താ വ്യത്യാസം? ടെസ്റ്റ് പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഇവര് ഫൈറ്റർ പൈലറ്റ്സ് ആണ്, പക്ഷെ ഇവരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പുതിയ എയർക്രാഫ്റ്റ്സ്, അതും ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ആക്ച്വലി വർക്ക് ചെയ്യോ ഇല്ലയോ, വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നുമില്ല, നിങ്ങൾ മരിക്കും. അത്രയല്ലേ ഉള്ളൂ. ആ സാധനത്തിന് പോയി തലവെക്കുന്ന വിഭാഗം ആൾക്കാരിൽ ടെസ്റ്റ് പൈലറ്റ്സിൽ പെടുന്ന ആളാണ്. ഈ ടെസ്റ്റ് പൈലറ്റ്സിലെ ആൾക്കാരെയാണ് സെലക്ട് ചെയ്തത്. ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യമേ ചങ്കുറപ്പില്ലാത്ത ആൾക്കാരെ ഇതിലോട്ട് കയറ്റാൻ പറ്റില്ല, അവർ കയറൂല. അല്ല, ചങ്കുറപ്പ് 1, 2 എന്തോരം പ്രോട്ടോകോൾസ് പാരാമീറ്റേഴ്സ് പഠിക്കണം, സഹിക്കണം, പെർഫോം ചെയ്യണം. ലൈഫ് സ്റ്റൈൽ അതിന് അനുയോജ്യമായിട്ട് വർഷങ്ങളോളം കൊണ്ടുനടക്കണം. ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് ആൻഡ് റൂട്ടീനും ഡിസിപ്ലിനും. ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ എന്റെ ഇത് പറയുമ്പോൾ ഇതിനകത്തൊരു ഭയങ്കര പ്രശ്നമുണ്ട്. എന്താ പറയുക, ഇത്രയും ഡെഡിക്കേഷനും ഇത്രയും ഇൻവോൾവ്മെന്റും ഇത്രയും ഷാർപ്പ്നെസ് ഉള്ള ഒരു മനുഷ്യന് മാത്രമേ സ്ത്രീയുടെ ഈ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെയല്ല, എല്ലാ സ്ത്രീകളും എന്നെ പോലെ അല്ല. ഞാൻ കുറച്ച് ഓവർ, അതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണല്ലോ. ഇതിലൂടെ കടന്നു പോകുമ്പോ ഒപ്പം ഒരു പുസ്തകം കൂടെ എഴുതണമെന്ന് എത്ര സ്ത്രീകൾ പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ? അല്ല, പോരാ. ഞാൻ ഇപ്പൊ ഇത് എഴുതിയില്ലെങ്കിൽ പിന്നെ ഞാൻ സുഖം പ്രാപിച്ചു കഴിയുമ്പോ ഇതൊക്കെ ഞാൻ മറന്നുപോകും. ലൈക്ക് ഇപ്പൊ എന്നോട് ഈ പുസ്തകം എഴുതാൻ പറഞ്ഞ എനിക്ക് പല പ്രശ്നങ്ങളും ഓർമ്മയില്ല. ബിക്കോസ് ഇപ്പൊ അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പെർഫെക്റ്റ് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാനിപ്പോ സുഖത്തിലാണ്. ഞാൻ എഴുതുന്നത് സുഖമില്ലായ്മയെ കുറിച്ചാണ്, അസുഖമല്ല, സുഖമില്ലാത്ത അവസ്ഥകളെ കുറിച്ചാണ്. സുഖം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ അസ്വസ്ഥകൾ മറക്കുന്ന
കൂട്ടത്തിലാണ് മറക്കണമല്ലോ. മറക്കാൻ ശ്രമിക്കുകയാണ്. അതെ. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് എഴുതിയത്. അപ്പൊ ആ സമയം മുതൽ എന്നെ കംപ്ലീറ്റ്ലി ഈ കഴിഞ്ഞ 2.5 years ഓഫ് സപ്പോർട്ട്, പ്രശാന്ത് നായർ സല്യൂട്ട്. എക്സാക്ട്ലി, ഞാനാണ് ആദ്യം സല്യൂട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് ആ ക്ഷമയും ആൻഡ് ദാറ്റ് ഇസ് കമ്മിങ് ഫ്രം പ്യുവർ ലവ്. അപ്പൊ ഓരോ പുരുഷന്റെ ഉള്ളിലും ഓരോ ഭർത്താവിന്റെ ഉള്ളിലും അദ്ദേഹത്തിന്റെ ഭാര്യയോടുള്ള ഒരു സ്നേഹവും ഭയങ്കര ഇഷ്ടവും അഫെക്ഷൻ ഭയങ്കരമായിട്ടുണ്ട് വർഷങ്ങളായിട്ട്. അദ്ദേഹം വളർന്നു വന്ന രീതിയും അമ്മയും കുടുംബവും. അല്ല, പക്ഷെ എല്ലാ ഭർത്താക്കന്മാർക്കും അവരുടെ ഭാര്യയോടുള്ള ഒരു പ്രത്യേക സെന്റിമെന്റ് ഉണ്ടല്ലോ തുടക്കം മുതൽ. അത് പിന്നീട് ഈ വളരെ ഹാർഷായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അത് പതുക്കെ പതുക്കെ അവർ എക്സ്പ്രസ് ചെയ്യാതെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് തിരിച്ചത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലെനയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ലെന ഇപ്പോൾ കടന്നു പോകുന്നത്. അത് ജീവിതത്തിലുടനീളം ദൈവം നിലനിർത്തി തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ചോദ്യം കൂടെ, ഈശ്വര വിശ്വാസിയാണോ? ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വര എന്നുള്ള വാക്കില് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിലെ വിശ്വാസം ആവശ്യമുള്ളൂ. അതെ, കറക്റ്റാണ്. നമുക്ക് അറിയാവുന്നതിനെ അറിയാം എന്ന് പറഞ്ഞാൽ മതി, വിശ്വസിക്കണ്ട. വല്ലാതെ അതല്ല, സീരിയസ്ലി ഭയങ്കര അക്സെപ്റ്റ് ദിസ്, അഡ്മിറ്റ് ദിസ്. അതും ഒരു ചലച്ചിത്ര മേഖലയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഒരു ഗുണം, നമ്മൾ ഒരുപാട് പ്രിവിലേജ്ഡ് ആവും. നമുക്കിപ്പം അഭിനയിക്കാം എന്നുള്ള ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ആണ്. പിന്നെ അപ്പം നമുക്ക് ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല, ഇതൊന്നും തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ല, ഇങ്ങനൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ബിക്കോസ് ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിനയ ജീവിതത്തിനെ അത് ബാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം ഞങ്ങളുടെ ഇടയിൽ തന്നെ. ഇപ്പൊ ഞാൻ 25 കൊല്ലം ഇതിനെ പറ്റി സംസാരിക്കാണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതൊക്കെ പറഞ്ഞ എന്തിന്, വെറുതെ എന്തിന് സമയം. അതെ, അത് മാത്രമല്ല ഇപ്പൊ സിനിമയും വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഭൗമ എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ടുള്ളൂ, ധനുഷ് കോടിയിലേക്ക് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ചെയ്തു വന്ന പടം ഓപ്പറേഷൻ ത്രാൽ, ജയസൂര്യ മൂവി, വളരെ സജീവമായിട്ട് എന്റെ ആക്ടിങ് കരിയർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും അറിയിക്കേണ്ട കാര്യമുണ്ട്. ബിക്കോസ് ആൾക്കാർ വിചാരിച്ചു അഭിനയം നിർത്തി എഴുത്തുകാരിയായി എന്നാണ്. നെവർ. ബിക്കോസ് എനിക്ക് എന്റെ ഉള്ളിലെ അഭിനേത്രി എന്നും അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ഫ്ലോ സ്റ്റേറ്റ് തരുന്നൊരു എക്സ്പീരിയൻസ്. കീർത്തി ചക്ര നേടി ഒരാളുടെ ഭാര്യ കൂടി. അതെ, അത് നിങ്ങൾ ഭാര്യ ആയതിനു ശേഷമാണ്. എയർ കൊമഡോറായി പ്രൊമോഷൻ. എയർ കൊമഡോർ എന്ന് പറഞ്ഞാൽ എയർ കൊമഡോർ റാങ്ക് ആണ് എയർഫോഴ്സിൽ. വലിയ റാങ്ക് ആണ്, വളരെ വലിയ റാങ്ക് തന്നെയാണ്. അപ്പോ പ്രൊമോഷനും കിട്ടി, കീർത്തി ചക്രയും കിട്ടി, എല്ലാം കൊണ്ടും കൂടെ കറങ്ങി തിരിഞ്ഞ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ എനർജി ബാലൻസ് ആയി വളരെ പീസ്ഫുൾ ആവുമ്പോൾ നമുക്ക് ലൈഫിന്റെ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള വൈബ്രേഷൻസിൽ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ബെസ്റ്റ് സെൽഫിലേക്ക് എത്താൻ പറ്റും. എന്നാൽ മറ്റുള്ളവരെ നോക്കി നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ മമ്മൂക്കയ്ക്ക് ഏത് അവാർഡ് കിട്ടി, പക്ഷെ മനസ്സ് എപ്പോഴും ഈ കമ്പാരിസണിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ മനസ്സിന്റെ സ്വഭാവമാണ്. അതെ, മൈൻഡ്. അപ്പൊ നമ്മൾ മൈൻഡിൽ നിന്ന് കോൺഷ്യസ്നെസ്സിൽ ജീവിക്കാനാണ് നമ്മുടെ ശ്രമം. അതെ, മൈൻഡിൽ ജീവിച്ചാൽ കെയോസ് ആണ് എപ്പോഴും ലൈഫ്. എപ്പോഴും മനസ്സിന്റെ ജോലി ഇങ്ങനെ കമ്പയർ ചെയ്യുക, കോൺട്രാസ്റ്റ് ചെയ്യുക, പ്രശ്നങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് പ്രശ്നങ്ങളുടെ ഉള്ളിൽ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുക, സൊല്യൂഷൻ കണ്ടെത്തില്ല, കിടന്ന് ഇങ്ങനെ ആങ്സൈറ്റിയും ഡിപ്രഷനും ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് മനസ്സിന്റെ ജോലി. അതിന്റെ ജോലിയാണ് അത് ചെയ്യുന്നത്. പിന്നെ മനോഹരമായ ഒരു വീട് വെച്ചു. അതെ അതെ, അതിന്റെ വിശേഷം കൂടെ കേൾക്കണം. കൊച്ചിയിൽ വീട് വെച്ചു. എൻ്റെ ഡ്രീം ഹോം എന്ന് പറയാം. ബിക്കോസ് ഞാൻ 2008 ദ സീക്രട്ട് എന്ന ബുക്ക് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. 30 ലക്ഷം രൂപയുണ്ട് കയ്യിൽ. ഒരു ചെറിയ ഫ്ലാറ്റ് വാങ്ങിക്കണം, പിന്നെ ലോണും എടുക്കാം, ഇത്രയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ അന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുക, മൈ ഡ്രീം ഹോം എന്ന് എഴുതിയിട്ടു. എഴുതിയ വഴിക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥലം പതിഞ്ഞു. ഒരു നോക്കത്താ ദൂരത്തെ വ്യൂ ഒക്കെ ഉള്ള ഭയങ്കര ഹിൽ സ്റ്റേഷൻ പോലെ തോന്നിക്കുന്ന ഒരു പച്ചപ്പും മഞ്ഞും ഒക്കെ ഉള്ള ഒരു സ്ഥലം. എന്നിട്ട് അവിടെ കുറച്ച് ഓടൊക്കെ കാണാൻ എനിക്ക്. അപ്പോൾ ഓടൊക്കെ ഇട്ട ടൈപ്പ് ഒരു വീടാണെന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പിക്ചർ പതിഞ്ഞു. പക്ഷെ എൻ്റെ കയ്യിൽ 30 ലക്ഷം രൂപയുണ്ട്, ബാംഗ്ലൂരിലൊരു ഫ്ലാറ്റും വാങ്ങിക്കണം. അപ്പൊ എനിക്ക് ബാംഗ്ലൂരാണ്.
അന്ന് ബാംഗ്ലൂരാ താമസിക്കുന്നത്, Okay. റെന്റിന് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വന്തം ഫ്ലാറ്റ് 30 ലക്ഷം രൂപയ്ക്ക് വില്ല കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് ചിന്തിക്കേണ്ട വരും എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ഡ്രീം ഹോം അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫാം ഹൗസ് ഓർ സംതിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ പതിഞ്ഞു. പക്ഷെ എനിക്കറിയാം ഇപ്പം എൻ്റെ സ്കോപ്പിലല്ല. ഫൈനലി എൻ്റെ കൊച്ചിയിലുള്ളൊരു ഫ്ലാറ്റ്, ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാങ്ങിച്ചത്. ആ ഫ്ലാറ്റ് സെയിലിനിട്ടിട്ട് വർഷങ്ങളായിട്ട് സെയിലാവാതെ ഇരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒരു പേഴ്സൺ വന്ന് ഫ്ലാറ്റ് വാങ്ങി. ആ പേഴ്സണോട് ഞാൻ സ്ഥലം നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഡത്തിന് ഒരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞു. അയാൾ കൊണ്ടുപോയി കാണിച്ചു തന്ന സ്ഥലമാണ് ഇപ്പൊ വീട് വെച്ചിരിക്കുന്ന സ്ഥലം. ഞാൻ ഈ സ്ഥലം ഹിൽ സ്റ്റേഷൻ ആണെന്ന് വിചാരിച്ച് വാഗമൺ, കുട്ടിക്കാനം, തേക്കടി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി ഈ സ്ഥലം അന്വേഷിക്കും. ഈ മനസ്സിൽ കണ്ട സ്ഥലം എന്റെ വിചാരം ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണെന്നാണ്. പച്ചപ്പും മഞ്ഞും ഒരു കുന്നിന്റെ മുകളിൽ നോക്കത്താ ദൂരത്തെ വ്യൂ ഒക്കെ കണ്ടപ്പോ അത് ഈ കൊച്ചിയിലാണ്. ഒരിക്കലും എനിക്ക് മനസ്സിലായി കൊച്ചിക്ക് ഒരു ഹിൽ സ്റ്റേഷൻ ലൈക്ക് സൈഡ് ഉണ്ടെന്നുള്ള മിക്ക ആൾക്കാർക്കും അറിയില്ല. കാക്കനാടിന്റെ അപ്പുറത്തൊക്കെ ഉള്ള സ്ഥലങ്ങൾ കുറച്ച് ഹില്ലിയാണ് എന്നാരും ചിന്തിക്കാറില്ല കൊച്ചി എന്ന് വിചാരിക്കും. അങ്ങനെ വളരെ യാദൃശികമായിട്ട് ആ ഡ്രീം സ്പോട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നൗ ഇറ്റ് ഇസ് ടൈം. അപ്പൊ 2008 കണ്ട വിഷൻ ആക്ച്വലി സംഭവിക്കുന്നത് 2025 17 വർഷം ആ വീട്ടിലേക്ക് കയറി താമസമായത്. അപ്പൊ ആ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാനും ലിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു LLP രജിസ്റ്റർ ചെയ്തു, ലെന ആൻഡ് ലിജോ ഇൻറ്റ്യൂട്ടീവ് ഡിസൈൻ. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത് പബ്ലിക്ലി പറയുന്നത് കേട്ടോ ഈ പ്ലാറ്റ്ഫോമിൽ. അതൊരു ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയാൻ കാരണം ഇത് ആർക്കിടെക്ചർ അല്ല, ഇത് അതിനു മുമ്പുള്ള ഒരു സ്റ്റേജാണ്. യൂഷ്വലി നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സെന്റർ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സെന്റർ, ഒരു ആയുർവേദ റിസോർട്ടോ ഒരു റിസോർട്ടോ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഡിസൈനിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. ഇതിന് പറയുന്ന ലെന ആൻഡ് ലിജോ ഇൻറ്റ്യൂട്ടീവ് ഡിസൈൻ എന്നാണ് ഇതിന്റെ പേര്. എന്താ ഡിഫറൻസ്, വാട്ട് ഇസ് ഇൻറ്റ്യൂട്ടീവ് ഡിസൈൻ ഞാൻ ചെറുതായിട്ട് പറയാം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പോലെ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോ വീണയുടെ വീട് പണിയണമെങ്കിൽ ആർക്കിടെക്റ്റിന്റെ ഡ്രോയിങ്ങിലാണോ വീട് പണിയേണ്ടത്, അതോ വീണയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കണോ ആ വീട്? ബിക്കോസ് വാസ്തുവിലെ ബേസിക് വാസ്തു ഐഡിയ ഇസ് ദാറ്റ് യുവർ ഹൗസ് ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യു. നിങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങളുടെ ഗ്രഹം. അപ്പൊ നിങ്ങൾ ആരാണോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കണം. അതേ സമയത്ത് നിങ്ങൾ ഈ വീട്ടിലേക്ക് താമസമായാൽ ഇപ്പോൾ ഉള്ള നിങ്ങളെക്കാളും നിങ്ങളുടെ ഹയർ സെൽഫിലായിരിക്കണം നിങ്ങൾ. അപ്പോൾ ആ ഹയർ സെൽഫിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വേണം ഈ വീടോ ആ സെന്ററോ ഡിസൈൻ ചെയ്യാൻ. അതിന് നിങ്ങളായിട്ട് എത്ര സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളെ ആദ്യം മനസ്സിലാക്കി, അത് ഇൻറ്റ്യൂട്ടീവ്ലി ആ ഹയർ സെൽഫിനെ മനസ്സിലാക്കി ആ ഹയർ സെൽഫിന്റെ എക്സ്റ്റൻഷനായിട്ട് ഒരു സ്പേസ് ഡിസൈൻ ചെയ്യണം. അതാണ് ഇവിടെ എൻ്റെ വീട്ടിൽ. എൻ്റെ വീട് ഞാനാണ് ഡിസൈൻ. യെസ്, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും ഇതിനുള്ള കഴിവുണ്ടാവണമെന്നില്ല. ലെന ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട്, നമ്മുടെ വീട് നമ്മൾ ഡിസൈൻ ചെയ്യണം. അല്ല, നമ്മുടെ വീട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക നമ്മൾ പറയാണ്. നമ്മുടെ ആ കഴിവുള്ളതുകൊണ്ട് എല്ലാവർക്കും ആ കഴിവുണ്ടാവണം എന്നില്ല. അപ്പൊ പിന്നെ എല്ലാവർക്കും ആ കഴിവ് മാത്രമല്ല ആ സമയം ഉണ്ടാവണമെന്നില്ല അതിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ LLP രജിസ്റ്റർ ചെയ്തത്, ലെന ആൻഡ് ലിജോ ഇൻറ്റ്യൂട്ടീവ് ഡിസൈൻ എന്ന പേരിൽ. അപ്പം ഞങ്ങളുടെ ഫോക്കസ് അവിടെ ആരാണോ ആ സ്പേസ് യൂസ് ചെയ്യാൻ പോകുന്നത്, ആരുടെ എൻവയറമെന്റ് ആവാൻ പോവാണോ, അതിനെ നമുക്ക് ആ വ്യക്തിനെ ആദ്യം പഠിച്ച് ആ സ്പേസിനെ പഠിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ മെറ്റാഫിസിക്കൽ പ്രോസസ്സാണ്. അത് ശരിക്കും മനുഷ്യർക്ക് വേണ്ടതാണ്. അതെ, നമ്മുടെ ലക്ഷ്യം ആ സ്പേസിൽ വളർച്ച, സമാധാനം, ശാന്തി, അതേപോലെ ക്രിയേറ്റീവ് ആൻഡ് ഹീലിംഗ് എനർജീസ് കൊണ്ടുവരാം. എന്തായാലും ഞങ്ങളുടെ മലയാള സിനിമയിലെ ഒരു ആക്ട്രസ് വല്ലാതെ കൈവിട്ടു പോയി. എങ്ങനെയോ എങ്ങോട്ടും പോയിട്ടില്ല, മലയാള സിനിമയിൽ എങ്കിലും വളരെ സന്തോഷം. താങ്ക് യു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷവും സുഖവും ഒക്കെ തോന്നുന്നു. സന്തോഷം, അത് കേൾക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ ടു സ്പീക്ക് ടു വീണ, ബിക്കോസ് വീണ എനിക്കിപ്പോൾ 2-3 വർഷമായിട്ട് പരിചയമുണ്ട്. ആൻഡ് ഷീ ഓൾവേസ് കംസ് അപ്പ് വിത്ത് വെരി ഇൻഫോംഡ് ക്വസ്റ്റ്യൻസ്. ഓൾറെഡി ബുക്ക് കംപ്ലീറ്റ്ലി വായിച്ചതിന് ശേഷം മാത്രമേ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എന്നെ ഷോർട്ട് നോട്ടീസിൽ വിളിച്ചിട്ട് പോലും ഞാൻ യെസ് പറഞ്ഞത്. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദ ഷോ. ഗ്രേറ്റ് വീണ. ലെന പറയുന്ന എല്ലാ കാര്യങ്ങളിലും ലെനയ്ക്ക് കൃത്യമായ വ്യക്തതയും ലക്ഷ്യബോധവും അതിൽ
അതിൽ ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ബിക്കോസ് എൻ്റെ പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ള ആൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ സംസാരിക്കാൻ പോകരുത് എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ബിക്കോസ് നമ്മൾ എന്തിനാ പബ്ലിക്കലി ഒരു കാര്യം പറയുന്നത്? ബിക്കോസ് ഇത് പൊതുജനത്തിലോട്ട് നമ്മൾ വിടുന്ന ഐഡിയാസാണ്. അതാണ് ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ മുതൽ ഇപ്പോഴുള്ള ഇൻ്റർവ്യൂസ് തമ്മിൽ വന്നിട്ടുള്ള വ്യത്യാസം. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയണം, പക്ഷെ പല ടോപ്പിക്സും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അവിടെയും നമ്മൾ പറയണം ഇതെല്ലാവർക്കും ഉള്ളതല്ല, വേണ്ടവരെടുക്കുക, വേണ്ടാത്തവർ വിട്ടേക്കുക. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.